അയ്യപ്പ ഭക്തരിൽ നിന്നും ആർടിഒ ചെക്ക് പോസ്റ്റിൽ പടി പിഴിഞ്ഞെടുക്കുന്നത് ലക്ഷങ്ങൾ. മനോരമ ന്യൂസ് അന്വേഷണം. അയ്യനെ തൊഴാൻ അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന അയ്യപ്പ ഭക്തന്മാരിൽ നിന്ന് വാളയാർ ചെക്ക് പോസ്റ്റിൽ വൻ പിരിവ്. വാഹനത്തിന് പെർമിറ്റ് സീൽ പതിച്ചു നൽകുന്നതിന് മാത്രം ഓരോ സംഘവും ആർടിഒ ചെക്ക് പോസ്റ്റിൽ കൈക്കൂലി ഇനത്തിൽ നൽകേണ്ടത് 500 രൂപയാണ്. മണ്ഡലകാലം വാളയാറിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയുടെ കൊയ്ത്തുകാലമാണ്. മനോരമ ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ. ഇത് കേരളവും തമിഴ്നാടും അതിർത്തി പങ്കിടുന്ന വാളയാർ. അതിർത്തി പിന്നിട്ട് വാഹനങ്ങൾ ആദ്യം എത്തുന്നത് ആർടിഒ ചെക്ക് പോസ്റ്റിൽ. ഇവിടെ എത്തുന്ന ശബരിമല തീർത്ഥാടകർ അടക്കമുള്ളവരെ ഉദ്യോഗസ്ഥർ പിഴിഞ്ഞെടുക്കുകയാണ്. വാളയാർ വീണ്ടും കൈമടക്കിന്റെ പിടിയിലമരുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനോരമ ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ ടീം ഗതാഗത വകുപ്പ് ചെക്ക് പോസ്റ്റ് കടന്നെത്തിയത്. അയ്യപ്പ ഭക്തന്മാരുമായി അതിർത്തി കടന്നെത്തിയ ബസ്സിലെ ജീവനക്കാരായി ഞങ്ങൾ വേഷമിട്ടു. മിനി ബസ്സുകൾക്ക് 300 രൂപയാണ് പടിയെന്ന് മുൻപിലെത്തിയ ബസ്സുകളിൽ നിന്നും മനസ്സിലാക്കി. കൈമടക്കുമായി ആർടിഒ ചെക്ക് പോസ്റ്റിലെ ക്യൂവിൽ ഇടം പിടിച്ചു. മുന്നിൽ നിൽക്കുന്നവർ പണം നൽകി മടങ്ങുന്നു. ഒടുവിൽ ഞങ്ങളുടെ ഊഴം. സീൽ പതിക്കുന്നതിനായി പെർമിറ്റ് നൽകി, ഒപ്പം 100 രൂപയും. സീൽ പതിച്ച ശേഷം തന്ന തുക പോരെന്ന് കൗണ്ടറിലെ ഉദ്യോഗസ്ഥൻ. 100 അല്ല, ചെറുവണ്ടിക്ക് 300 ആണെന്നും പറയാതെ പറഞ്ഞു. ആവശ്യപ്പെടുന്ന തുക നൽകിയില്ലെങ്കിൽ നിർബന്ധിത വാഹന പരിശോധന. കാര്യമില്ലാത്ത കാരണങ്ങൾക്ക് കനത്ത പിഴയും. ഇതാണ് മുഴുവൻ പേരെയും കൈക്കൂലി നൽകാൻ പ്രേരിപ്പിക്കുന്നത്. കേരളത്തിലേക്ക് കടക്കാൻ തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനങ്ങൾക്ക് തമിഴ്നാട്ടിൽ തന്നെയാണ് പണം അടച്ച് പെർമിറ്റ് നേടേണ്ടത്. അന്യസംസ്ഥാന വാഹനങ്ങൾക്ക് കേരള ആർടിഒ ചെക്ക് പോസ്റ്റിൽ 1 രൂപ പോലും നൽകേണ്ടതില്ല എന്നു സാരം. രാപ്പകൽ ഭേദമില്ലാതെ കൊള്ള നടത്തുന്ന ഉദ്യോഗസ്ഥർ അട്ടിമറിക്കുന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത നയത്തെയാണ്. വാളയാറിൽ നിന്നും ക്യാമറാമാൻ PR രാജേഷിനൊപ്പം CK അഭിലാൽ, മനോരമ.